ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത്. അപ്പോൾ പുതുത്തമിഴേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റോക്ക് മാർക്കറ്റ് മിത്സ് ആണ്. അതായത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ആൾക്കാർക്കുള്ള കുറച്ച് തെറ്റിദ്ധാരണകളാണ്. അതിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ 30 Days 30 Finance കണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് മാർക്കറ്റ് മിത്ത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഗാംബ്ലിംഗ് എന്നാണ്. അതായത് നമ്മുടെ ചൂതാട്ടം പോലെയൊക്കെ പൈസ കുറച്ചിങ്ങനെ വെച്ചിട്ട് വല്ല ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൈസ ഇരട്ടിയായി കിട്ടും, അല്ലെങ്കിൽ വെച്ച പൈസ മൊത്തം പോകും, അങ്ങനത്തെ സംഭവമാണ്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഗാംബ്ലിംഗ് അല്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള റിയൽ കമ്പനീസിൻ്റെ ഡാറ്റ വെച്ചിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് ലോസ് സംഭവങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് അതൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണ് ഇൻവെസ്റ്റിംഗ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാൻ നമുക്ക് സ്കിൽസാണ് ആവശ്യം. സ്റ്റോക്കിനെ കുറിച്ച് നന്നായി പഠിക്കണം, അതിൻ്റെ ചാർട്ടുകളെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം, അതിൻ്റെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമ്മൾ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങാൻ കുറേ പൈസ വേണം എന്നുള്ളതാണ്. അതായത് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ തുടങ്ങാൻ പറ്റുള്ളൂ എന്നാണ് കുറേ പേര് വിശ്വാസം. അത് പക്ഷേ അങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് 100 രൂപയോ എനിക്കൊക്കെ കിട്ടുന്ന ഷെയറുകൾ, കമ്പനികളുടെ ഷെയറുകളൊക്കെ ഉണ്ട്. അതുപോലെ ട്രേഡിങ് തുടങ്ങണമെങ്കിൽ ഒരു 200 രൂപ 500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജസ്റ്റ് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്ത് പഠിച്ച് തുടങ്ങാൻ പറ്റും. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം ഒരു ചെറിയൊരു ക്യാപിറ്റൽ നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾക്ക് ഡെയിലി ഒരു എമൗണ്ട് ഓഫ് മണി അല്ലെങ്കിൽ മന്ത്ലി ഒരു എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് ജോലി പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപിറ്റൽ നിങ്ങൾക്ക് വേണ്ടി വരും. അല്ലാതെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്ക് അധികം കാശൊന്നും വേണ്ട. ചെറിയൊരു എമൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ സ്റ്റോക്സ് വാങ്ങിച്ച് പഠിച്ചു തുടങ്ങാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഹൈ റിസ്ക് അതേപോലെ തന്നെ ഹൈ റിട്ടേൺ കിട്ടുന്നതാണ്. അതായത് കുറേ പേര് വിശ്വാസം. അതായത് ചില ആൾക്കാർ ചെറിയ ചെറിയ സ്റ്റോക്സിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ അതിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യും. നല്ല റിസ്ക് ഉണ്ടെന്ന് അറിയാം, പക്ഷേ റിട്ടേൺ കുറേ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ആ ഒരു സ്റ്റോക്കിൻ്റെ സംഭവത്തിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഹൈ റിസ്ക് ഉള്ള സ്റ്റോക്കുകളിൽ എന്തായാലും റിട്ടേൺ കിട്ടാനൊന്നും നിർബന്ധമൊന്നുമില്ല. അതൊരു 50% ഉള്ള സംഭവമാണ്. അതായത് നമ്മൾ കമ്പനിയെ കുറിച്ച് നന്നായി പഠിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു ചെറിയ കമ്പനിയാണെങ്കിൽ പോലും അതിൻ്റെ മാർക്കറ്റിലെ ക്യാപിറ്റലും അതേപോലെ തന്നെ അതിൻ്റെ ഫുള്ള് പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അല്ലാതെ വെറുതെ റിസ്ക് ഉണ്ട് റിട്ടേൺ എന്തായാലും കിട്ടുമെന്നൊക്കെ വിചാരിച്ച് വെറുതെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ പൈസ മൊത്തം പോകും. പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് മോർ ട്രേഡ് മോർ പ്രോഫിറ്റ് ആണ്. അതായത് എന്താ പറയുക, കുറേ ട്രേഡ് എടുത്താൽ കുറേ പ്രോഫിറ്റ് കിട്ടുന്നതാണ് ചില ആൾക്കാർ വിചാരം. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആവും മിക്കവാറും ഉണ്ടാവുക. കാരണം ആദ്യത്തെ ട്രേഡിൽ ചിലപ്പോൾ കുറച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രോഫിറ്റ് കിട്ടിയാലോ ഒരു ട്രേഡും കൂടി എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ അടുത്ത ട്രേഡിൽ ചിലപ്പോൾ കിട്ടിയ പ്രോഫിറ്റ് മൊത്തം പോകും. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ട്രേഡ് എടുക്കുക. അതായത് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന് ട്രേഡ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എത്ര രൂപ ഇട്ടാലും ആ ഒരു പൈസയൊക്കെ പോകാൻ ചിലപ്പോൾ സെക്കൻഡുകളോ മിനിറ്റുകളോ മാത്രം വേണ്ടി വരുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റിൽ. കാരണം അത്രയും വലിയ മൂവ്മെൻറ്റുകൾ നടക്കുന്നതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ. അപ്പോൾ 1 ലക്ഷം ഇട്ടാലും 10 ലക്ഷം ഇട്ടാലും ചിലപ്പോൾ ഒറ്റ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒറ്റ മിനിറ്റിലൊക്കെ പൈസ മൊത്തം പോകും നിങ്ങൾ കറക്റ്റായിട്ട് ട്രേഡ് എടുത്തില്ലെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ഉണ്ടാക്കാനും പറ്റും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ. അതാണ് അതിന് കുറച്ച് ടൈം എടുക്കും. നല്ല രീതിയിൽ പഠിക്കണം, നല്ല രീതിയിൽ സ്കിൽസ് ഉണ്ടാക്കണം സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. എന്നാലേ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് വാച്ച് മാർക്കറ്റ് ഓൾ ഡേ. ഓക്കെ, അതായത് സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാ ദിവസവും നോക്കിയിരിക്കണം എന്നാണ് കുറേ ആൾക്കാർ വിചാരിക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എന്തായാലും അങ്ങനെ ആവശ്യമില്ല. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ മണി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 കൊല്ലത്തേക്കോ 10 കൊല്ലത്തേക്കോ 20 കൊല്ലത്തേക്കൊക്കെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കൊല്ലം നമ്മളിത് സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടാൻ നല്ല കമ്പനികൾ കണ്ടുപിടിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കുറേ കൊല്ലങ്ങൾക്ക് ശേഷം അതെടുത്ത് നോക്കിയാൽ മതി. അല്ലാതെ ഡെയിലി പൈസ കൂടിൻ്റെ കുറഞ്ഞുണ്ടോ അങ്ങനെ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. ട്രേഡിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ അത് ഓക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ട്രേഡിങ്ങിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിയിലുള്ള അടിപൊളിയായിട്ടുള്ള ട്രേഡേഴ്സിനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. കാരണം അവർ കറക്റ്റ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ താഴത്തേക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നു, മുകളിലേക്ക് വേണമെങ്കിൽ ടാർഗറ്റ് അടിക്കുന്ന അവർക്ക് അറിയാം. അപ്പോൾ ഒരു ട്രേഡ് എടുത്തതിന് ശേഷം പിന്നെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നത് നിങ്ങൾ കാണില്ല. മിക്കവാറും അങ്ങനെയാണ് ഒരുവിധം എല്ലാ വലിയ വലിയ ട്രേഡേഴ്സൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഏറ്റവും ലാസ്റ്റത്തെ സംഭവം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് ഓൺലി ഫോർ എക്സ്പെർട്സ് എന്നാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എക്സ്പെർട്സിന് മാത്രമുള്ള സംഭവമല്ല, ഏതൊരു സാധാരണക്കാരനും ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എത്ര നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ജസ്റ്റ് ഒരു ടൈം നിങ്ങൾ ഇതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാൻ പറ്റും. അത്യാവശ്യം നോർമലായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ മാത്സ് സംഭവങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനത്തുള്ള ഏതൊരാൾക്കും സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ചെറിയ ചെറിയ പൈസ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ അങ്ങനെ വലിയ വലിയ ട്രേഡുകൾ നിങ്ങൾ എടുക്കാൻ പഠിക്കും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയാണ് കുറച്ച് മിത്സ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് റിയാലിറ്റി, എന്താണ് മിത്ത് എന്നൊക്കെ. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിൽക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്. നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യപ്പെടുത്താം. അപ്പോൾ വീഡിയോ വേണ്ടി അടുത്ത വീഡിയോ കാണാം.
ഗുഡ് ബൈ.